നിരവധി പേരെ ഇസ്രായേൽ ബോംബിട്ടും മറ്റു ആക്രമണങ്ങളിലൂടെയും കൊന്നെടുക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഈ UN ക്ലിനിക്കിന്മേൽ ബോംബിട്ട സംഭവം നടന്നത് എപ്പോഴായിരുന്നു? എത്ര പേർ ഇന്നാകെ ഫലസ്തീനിന്റെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചിട്ടുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലൂടെ ഏതാണ്ട് 1,00,000-ലധികം പേരെയാണ് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളിയിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ മൊറാഖ് എന്ന പേരിലുള്ള ഒരു പുതിയൊരു കോറിഡോർ തുറക്കുമെന്ന് അല്പം മുമ്പ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം ഫിലാഡൽഫിയ എന്ന കോറിഡോറിന് സമാന്തരമായിട്ട് മറ്റൊരു കോറിഡോർ കൂടി തുറക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഗസയെ വീണ്ടും വിഭജിക്കുകയും തങ്ങളുടെ സൈനികമായിട്ടുള്ള കേന്ദ്രീകരണം ആ പ്രദേശത്ത് കൊണ്ടുവരികയാണ്. അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം എന്നത് ഈ പുതിയ കോറിഡോർ വരുന്നതോടുകൂടി വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ കരയാക്രമണവും രണ്ടും കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോവുകയും അതിലൂടെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഒരു കൂട്ടക്കുരുതിക്ക് അവസരമൊരുക്കുക എന്നൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. സൈനിക നേതൃത്വമല്ല ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയാണ് ഇക്കാര്യം അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആക്രമണം അതിന്റെ കൂടുതൽ മാരകമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അത് സ്വാഭാവികമായിട്ടും ഈ കുരുതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 76 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 18-ലധികം കുട്ടികൾ ഉൾപ്പെടുന്നു എന്ന ഏറ്റവും നടുക്കുന്ന വാർത്തകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഗസയുടെ പല ഭാഗങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു സൈനികമായിട്ടുള്ള നീക്കത്തിലൂടെ അല്ലാതെ ഹമാസിൽ നിന്ന് ഈ ബന്ദികളെ തനിക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നുകൂടി നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈജിപ്ത് അല്ലെങ്കിൽ ഖത്തർ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഒന്നും സ്വീകാര്യമല്ല. ഈ സൈനികമായി തന്നെ ഈ ബന്ദികളായിട്ടുള്ള സൈനികരെയും മറ്റും താൻ മോചിപ്പിക്കും എന്ന ഒരു വിളംബരം കൂടിയാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ നെതന്യാഹു നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുരുതികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ബേക്കറികൾ തങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് UN ഭക്ഷ്യ വകുപ്പ് അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്നത് ഈ പട്ടിണി അതിന്റെ കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. കാരണം തങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കുകളും അവസാനിച്ച ഒരു സാഹചര്യത്തിൽ, ഇന്ധനം ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ബേക്കറികളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഈ തീരുമാനം വളരെ സങ്കടത്തോടു കൂടി തങ്ങൾ കൈക്കൊള്ളുന്നത് എന്നാണ് UN ഏജൻസി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷ്യക്ഷാമം, കുടിവെള്ളക്ഷാമം, മരുന്ന് ക്ഷാമം അതിന്റെ ഏറ്റവും മൂർധന്യതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമായിരിക്കും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ആ മുന്നറിയിപ്പ് ഇന്നലെ തന്നെ യൂണിസെഫ് നൽകിയിരുന്നു. അതിന്റെ കൂടുതൽ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെയാണ് സൈഫുദ്ദീൻ ഈ മേഖലയിൽ ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങളും അമേരിക്ക കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് പുറത്തുവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ B-2 ബോംബർ വിമാനങ്ങൾ ഈ ഗൾഫ് മേഖലയിലേക്ക് അയക്കാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടതായി അല്പം മുമ്പ് അമേരിക്ക വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ബോംബർ വിമാനങ്ങൾ മാത്രമല്ല, കൂടുതൽ യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയക്കുമെന്ന് കൂടി അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇത് കേവലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ മാത്രം ഇത് പരിമിതമായിരിക്കില്ല. ഒരുപക്ഷെ കൂടുതൽ വ്യാപ്തിയിലേക്കുള്ള ഒരു ആക്രമണ പദ്ധതി കൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ അതിനിടെ ICC അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെയാണ് നെതന്യാഹു ആദ്യമായി മറ്റൊരു രാജ്യത്തേക്ക് സന്ദർശനം നടത്തുന്നതും ICC അംഗരാജ്യമായ ഹംഗറിയിലേക്ക്. എന്തെങ്കിലും നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ നെതന്യാഹുവിനെതിരെ? സൈഫുദ്ദീൻ, ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. ഹംഗറി വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ യാത്രാവേളയിലോ ഹംഗറിയിലെ താമസത്തിനിടയിലോ ഒരു നിലയ്ക്കും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുകയില്ല എന്ന വളരെ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് നെതന്യാഹുവിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധിയും നെതന്യാഹു നേരിടുന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ഹംഗറിയിൽ സന്ദർശിക്കുകയും അവിടുത്തെ തന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ പൂർത്തീകരിച്ച് തിരിച്ചെത്തും എന്ന റിപ്പോർട്ടുകളാണ് നൽകുന്നത്. പക്ഷേ ചില അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ യാത്ര അത്ര എളുപ്പമാകില്ല എന്നത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ICCയിലെ അംഗരാജ്യം എന്ന നിലയിൽ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഇത്തരമൊരു ഉത്തരവ് നെതന്യാഹുവിന് എതിരായിട്ടുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ ഹംഗറി ബാധ്യസ്ഥമായിരിക്കും. പക്ഷേ നെതന്യാഹുവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള തങ്ങളുടെ നയതന്ത്ര ബന്ധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു അറസ്റ്റോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നിയമ നടപടിയോ ഉണ്ടാകില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്രായേൽ
ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള പരിരക്ഷ, നയതന്ത്ര പരിരക്ഷ തന്റെ രാജ്യം നെതന്യാഹുവിന് നൽകുമെന്ന് ഹംഗറി കൃത്യമായി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ യാത്ര നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. MC നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.